ഹലോ ഗൈസ്, ഇന്നപ്പോൾ നമ്മൾ ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. ചീര എന്ന് പറയുമ്പോൾ വെറും ചീരയല്ല, ഇത് ഐറ്റി ചീരയാണ്. ഞങ്ങളെ വീട്ടിൽ പിടിച്ചൊരു ചീരയാണ്. ഇതിനങ്ങനെ സീസണൊന്നുമില്ല, എപ്പം വേണമെങ്കിലും ഈ ചീര പിടിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് എന്ത് ചെയ്യുകയാണ്, ഇത് നമ്മൾ തോരൻ വയ്ക്കാൻ പോകണം. അപ്പം ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യണം, അരിഞ്ഞെടുക്കണം. നല്ലതുപോലെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ബാക്കിലുള്ള പച്ച തണ്ട് കളയണം, അല്ലെങ്കിൽ കഴിക്കും. അപ്പോൾ ഇലയും ഇട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. പിന്നെ അതിനകത്ത് സവാള, പച്ചമുളക്, തേങ്ങ ഇത്രയാണ് വേണ്ടുള്ളത്. ഇനി നമുക്ക് തോരൻ വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൻ അടുപ്പി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ ചേർത്താൽ മതി, കാരണം ഈ തോരന് വേവാൻ കുറച്ച് ഇത് മതി. അതിനകത്ത് കുറച്ച് കടുകിട്ട് പൊടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ഐറ്റി ചീരയും സവാള അതിനകത്തോട്ട് ഇടുക. അന്നേരം നമ്മൾ നന്നായിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കണം. നമ്മൾ ആ എണ്ണയൊക്കെ പിടിക്കണം. പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പ് മതി. എന്നാൽ പിന്നെയും നന്നായിട്ട് വഴറ്റണം, നല്ലതുപോലെ വഴറ്റണം. എണ്ണ മൊത്തവും ഉണ്ടാകുന്ന രീതിയിൽ വഴറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേന് നമ്മളൊന്നും കൂടെ ഒന്ന് ഇളക്കണം. അല്ല അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച് തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നല്ലതുപോലെ എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കിയെടുക്കുമ്പം നമ്മൾ ഐറ്റി ചീര